ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിലും തേങ്ങ അരയ്ക്കാതെയും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന മോരുകറിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തിരക്കുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിലും ഭയങ്കര മടിയുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ബൗള് ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് 2 എണ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക. 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ നമ്മൾ സോട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഒരു നുള്ള് നല്ല ജീരകം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. പച്ചമണമൊക്കെ മാറുന്നത് വരെ, മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മോര് കറിയിലത്തെ മോരാണ്. അത് നമ്മൾ മിക്സിയുടെ ജാറിൽ ഒരു പാക്കറ്റ് തൈര് പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ടാണ്, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, തിളപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. നമുക്ക് വേറെ ഒന്നും കറിയില്ലാത്ത സമയത്ത് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.